എല്ലാവർക്കും മല്ലുവുഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആലപ്പുഴ ജിംഖാന, പടക്കളം, ഗെറ്റ് സെറ്റ് ബേബി തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഇരിക്കേണ്ട ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ഞാൻ കണ്ടത സാർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. എവറേജ് അഭിപ്രായമാണ് സിനിമ നേടിയെടുത്തത്. ഇന്ദ്രജിത്താണ് സിനിമയിലെ നായകൻ. ഈ സിനിമയുടെ OTT ഇപ്പോൾ മനോരമ മാക്സ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. കമ്മീസ് എന്ന പോസ്റ്റർ വന്നിട്ടുണ്ട്. ഈ വീക്കായിരിക്കും ഞാൻ കണ്ടത സാർ എന്ന സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് റെഡി ടു എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഹിന്ദി സിനിമയാണ്. നല്ലൊരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ് റെഡി ടു. ഈ സിനിമയുടെ OTT ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ജൂൺ മാസം 27-നാണ് റെഡി ടുവിൻ്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് DNA എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. റായ് ലക്ഷ്മി, അസ്കർ, അന്നാരജി തുടങ്ങിയവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. മനോരമ മാക്സ് ആണ് DNA സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഈ വീക്കാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് എയ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. വിജയ് സേതുപതിയാണ് സിനിമയിലെ നായകൻ. എവറേജ് അഭിപ്രായമാണ് എയ്സ് സിനിമ സ്വന്തമാക്കിയത്. ഈ സിനിമ ഇപ്പോൾ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ആമസോൺ പ്രൈമിൽ ജൂൺ മാസം 20-നാണ് എയ്സ് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് നരിവേട്ട എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നിലവിൽ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് നരിവേട്ട. ടോവിനോ തോമസ്, സുരാജാണ് സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ആദിവാസികളുടെ കഥയാണ് നരിവേട്ട പറഞ്ഞു പോകുന്നത്. സിനിമ പ്രേക്ഷകർക്ക് ഇഷ്ടമായി. ഇപ്പോഴിതാ നരിവേട്ട സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ആമസോൺ പ്രൈമാണ് നരിവേട്ടയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജൂൺ മാസം 15-ഓടുകൂടി നരിവേട്ട ആമസോൺ പ്രൈമിൽ റിലീസാവും. അടുത്തൊരു അപ്ഡേറ്റ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ധ്യാൻ ശ്രീനിവാസൻ നായകനായ ഏറ്റവും പുതിയ സിനിമയായിരുന്നു ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് ഉജ്ജ്വലൻ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഒരു കോമഡി മൂവിയായിരുന്നു ഉജ്ജ്വലൻ. ജൂൺ മാസം 15-ഓടുകൂടി ഉജ്ജ്വലൻ സിനിമ നെറ്റ്ഫ്ലിക്സിൽ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്ര ബോസൺകോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നിവിൻ പോളി നായകനായി 2023-ൽ റിലീസായ സിനിമയാണ് രാമചന്ദ്ര. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് രാമചന്ദ്ര സ്വന്തമാക്കിയത്. ഇപ്പോഴിതാ സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. 2 വർഷങ്ങൾക്ക് ശേഷമാണ് രാമചന്ദ്ര OTT റിലീസിന് ഒരുങ്ങുന്നത്. അടുത്ത ആഴ്ചയായിരിക്കും സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ഷൈനികം, സണ്ണി വെയിനാണ് വേല സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. 2023-ലാണ് വേല സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പോഴിതാ ജൂൺ മാസം 2nd വീക്കോടുകൂടി ആമസോൺ പ്രൈമിൽ വേല സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് സർക്കീട്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് സർക്കീറ്റ്. ആസിഫ് അലിയാണ് സിനിമയിലെ നായകൻ. ഈ സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് സർക്കീറ്റിൻ്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ചെറിയൊരു കഥയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ജൂൺ മാസം 25-ഓടുകൂടി സർക്കീറ്റ് സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാവും. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തമനയും ദിലീപും ഒന്നിച്ച് അഭിനയിച്ച സിനിമയാണ് ബാന്ദ്ര. ഈ സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. കമ്മീസ് എന്ന പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരു അപ്ഡേറ്റും വന്നിട്ടില്ല. ഇപ്പോഴിതാ ബാന്ദ്ര സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാവാൻ പോവുകയാണ്. ജൂൺ മാസം 20-ഓടുകൂടി ബാന്ദ്ര സിനിമ ആമസോണിൽ റിലീസാവും. അടുത്തൊരു അപ്ഡേറ്റ് പടക്കളം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു ഫാന്റസി മൂവിയാണ് പടക്കളം. തിയേറ്ററുകളിൽ വിജയിച്ച സിനിമയാണ് പടക്കളം. ഷറഫുദ്ദീൻ, സുരാജ്, സന്ദീപ് ഇവരാണ് പടക്കളം സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ പടക്കളത്തിൻ്റെ ഒഫീഷ്യൽ OTT പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജൂൺ മാസം 10-ന് ഹോട്ട്സ്റ്റാറിലാണ് പടക്കളം സിനിമയുടെ OTT റിലീസ്. ഇതുവരെ മലയാളത്തിൽ വരാത്ത ഒരു കഥയാണ് പടക്കളം സിനിമ പറഞ്ഞു പോകുന്നത്. സിനിമ ഉടനീളം കോമഡിയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ആലപ്പുഴ ജിംഖാന എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നസ്ലിൻ നായകനായ ഏറ്റവും പുതിയ സിനിമയായിരുന്നു ആലപ്പുഴ ജിംഖാന. ഒരു ബോക്സിങ്ങിൻ്റെ കഥയാണ് ജിംഖാന പറഞ്ഞു പോകുന്നത്. സിനിമ ഹിറ്റാവുകയും ചെയ്തു. നസ്ലിൻ, ലുക്മാൻ, സന്ദീപ് അടക്കം ഒരുപാട് പേര് ആലപ്പുഴ ജിംഖാനയിൽ അഭിനയിച്ചിട്ടുണ്ട്. സിനിമയിൽ റൊമാൻസും കോമഡിയുമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ജിംഖാന ഇഷ്ടപ്പെട്ടു. സോണി ലീവാണ് ജിംഖാനയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജൂൺ മാസം 5-ന് സോണി ലീവിലാണ് ജിംഖാനയുടെ OTT റിലീസ്. അതായത് നാളെ വൈകിട്ട് 5 മണിയോടുകൂടി ജിംഖാന OTT റിലീസ് ചെയ്യും. അവസാനത്തെ അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്.
ഇതൊരു ഫാമിലി കോമഡി മൂവിയാണ്. നിഖില വിമൽ ഉണ്ണിമുതനാണ് ഗെറ്റ്സെറ്റ് ബേബിയിൽ അഭിനയിച്ചിരിക്കുന്നത്. പ്രേക്ഷകർക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. ഒരു മാസത്തോളം ഗെറ്റ്സെറ്റ് ബേബി തിയേറ്ററുകളിൽ ഓടിയിട്ടുണ്ടായിരുന്നു. മനോരമ മാക്സ് ആണ് ഗെറ്റ്സെറ്റ് ബേബിയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് സിനിമ ലേഗായിട്ട് വരുന്നത്. ഇപ്പോഴിതാ ഗെറ്റ്സെറ്റ് ബേബി സർപ്രൈസ് ആയിട്ട് OTT റിലീസിന് ഒരുങ്ങുകയാണ്. ഈ വീക്കിലെ ഏതെങ്കിലും ഒരു ദിവസം ഗെറ്റ്സെറ്റ് ബേബി OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഈ മാസം ഇനിയും OTT റിലീസുകൾ ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.